ഇന്നത്തെ ഞങ്ങളെ യാത്ര നാരങ്ങത്തോട് പോണ വഴിയിൽ ഒരു അമ്പലം കണ്ട് അവിടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് ആ സമയത്ത് ഒരു പാമ്പിനെ കണ്ട് അമ്പലത്തിൽ നിന്ന് കയറി വന്നാണ്. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ച് നേരെ നാരങ്ങത്തോട്ടിലേക്ക്. നല്ല ഇളം തണുപ്പ് ഇങ്ങനെ വീശുന്നുണ്ട്. നമ്മൾ തായ്നാട്ടിൽ ഇപ്പം കൂടത്തായി കഴിഞ്ഞ് ഈ കോടഞ്ചേരി ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ കൂടത്തായി കഴിഞ്ഞ് ഈ അമ്പലം കഴിഞ്ഞ് കുറച്ചും കൂടി വന്നപ്പോഴൊക്കെ തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് അറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് അയക്കുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വീണ്ടും ഞങ്ങളിങ്ങനെ യാത്രയെ തുടർന്ന് നേരെ നാരങ്ങത്തോട്ടിലേക്ക് പിടിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയാണ് വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത്. കാരണം കാണാത്ത ആൾക്കാരുണ്ടാവും ഈ സ്ഥലങ്ങളൊക്കെ. ഞാൻ ഒരുപാട് മുന്നേ പോയതാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടെ ഞങ്ങളിതാ ഒരു കാട്ടിൽ കൂടെ യാത്ര ചെയ്യാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റിങ്ങനെ വീശുന്നു. എന്താ സുഖം. എപ്പോഴെങ്കിലും എന്താ വെച്ചാൽ ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുക, അത് നല്ലൊരു സുഖമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. യാത്ര ചെയ്യുക അത് നല്ലതാണ്. ഏതാ രസം, നല്ല ഭംഗി. ഒരുപാട് ബൈക്കുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് ഒരുപാട് ബൈക്കുകൾ പോകുന്നു. ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ വണ്ടികളൊക്കെ വളരെ കുറവാട്ടോ ഈ റൂട്ടിൽ. കൂടുതലും ബൈക്കുകൾ തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ ഓട്ടോ, കാറ്, ബസ് ഒക്കെ എടുക്ക് ഇങ്ങനെ കാണാം. നല്ല രസം, നല്ല വൈബ്. ബൈക്കിനാണ് യാത്ര ചെയ്യാൻ സുഖം. നല്ല തണുപ്പ് ഇങ്ങനെ അടിക്കും. ഓവർ തണുപ്പുണ്ടാവില്ല, ഇളം തണുപ്പ്. യാത്ര ഇങ്ങനെ തുടരുകയാണ്. നല്ല കാടുകൾ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോവാം. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ. നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ വളരെ കുറവാണ്. വീണ്ടും ഇങ്ങനെ യാത്ര തുടരുകയാണ്. ആരും നിരാശപ്പെടരുത്. നല്ല വൈബാണ് നാരങ്ങത്തോട്. കോടഞ്ചേരി എത്തിയപ്പോൾ കോടഞ്ചേരി ടൗണാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ടൗണും പാസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ യാത്ര തുടരാണ്. നല്ല ഭംഗിയുള്ള റോഡുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കട്ടർ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയുള്ള റോഡുകളാണ്. നാരങ്ങത്തോട് എത്തി. ഇനി കുറച്ചുകൂടി യാത്ര ചെയ്യാനുള്ളൂ. ഇവിടെ ഒരു ടൗണുണ്ട്. ടൗണിൽ ചെറിയ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായയും കടികളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇവിടെ നിന്ന് വാങ്ങണം. വെള്ളമൊക്കെ വേണമെങ്കിൽ ഇതിൽ താഴോട്ടാണ് ഇറങ്ങേണ്ടത്. നേരെ നമ്മൾ പോകുന്നത് ഒരു പാർക്കിങ്ങിലേക്കാണ്. വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പാർക്കിങ്ങിലെത്തി. ഇവിടെ പേ ചെയ്യണം പൈസ. ആദ്യം ഇവിടെ പേ ചെയ്യേണ്ടതില്ലേ. ഇപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് 20 റുപ്യ, പിന്നെ ബൈക്കിന് 10 രൂപ.
ഓരോ നിയമങ്ങളാണ്. പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഇതൊക്കെ. അങ്ങനെ അതും കൊടുത്ത് ഞങ്ങൾ വീണ്ടും താഴോട്ടിങ്ങനെ നടന്നു പോവാണ്. അവിടെ റിസോർട്ടുണ്ട് കേട്ടോ. റിസോർട്ട് ആൾക്കാർക്ക് താമസിക്കാനൊക്കെ പറ്റിയ റിസോർട്ടുണ്ട് അവിടെ. അപ്പം ഏകദേശം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ, ആസ്വദിക്കാൻ വന്നവരതൊക്കെ. മഴക്കാലത്ത് ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ തന്നെ കേട്ടോ, ഒരു വിഷയമല്ല. ആർക്കും വരികയും പോവുകയും ചെയ്യാം. ഇതാണ് നാരങ്ങത്തോട്. അവിടെ ആ കാരമൽ കെട്ടി വെച്ചത് ഡേഞ്ചർ ഏരിയ ആണ്. അപ്പോൾ ആൾക്കാർ വെറുതെ ഒന്നങ്ങോട്ട് നോക്കും, അപ്പോഴേക്കും ചേച്ചിമാർ വിസിലടിക്കും. നല്ല ഭംഗി, ഏതാ രസം. കുറച്ചൊരു ധൈര്യം തന്നെ വേണം പാറമക്കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ. ഞങ്ങളെല്ലാവരും ഒരുങ്ങാണ് വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്, വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്, നല്ല സുഖം, ഒരു രക്ഷയില്ല. കാലൊക്കെ വെച്ചിട്ട് എന്താ തണുപ്പ്. എല്ലാവരും ആസ്വദിക്കാൻ. ഇതിൻ്റെ ആദ്യം ഈ ഡേഞ്ചർ ഏരിയ അവിടെ ആരൊന്ന് ചാടിയിട്ട് മരണപ്പെട്ടെന്നൊക്കെ പറയാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പ്രവേശനമല്ല. എല്ലാവരും ആസ്വദിക്കാൻ കേട്ടോ, അടിപൊളി. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കുളിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരാഗ്രഹം, ഒന്ന് കുളിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ മോനപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവന് മീനെ തപ്പുക. നല്ല ധൈര്യവും വേണം കേട്ടോ. ധൈര്യമില്ലാത്തതും പോയിട്ട് കയറില്ല. കാരണം വെച്ചാൽ ആ ചാടുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ആയെന്ന് പറഞ്ഞാൽ നിലം തൊടാൻ കഴിയില്ല. കുറേ ആൾക്കാർ താഴോട്ട് ഇങ്ങനെ കാലൊക്കെ ഇട്ടോക്കിയിട്ട് എത്താൻ കഴിയുന്നില്ല, അത്രക്കും ആയാണ്. ചെറിയ ചെറിയ പാറകളൊക്കെ ഇങ്ങനെ കയറി നിൽക്കാന്നല്ലാതെ കുടുങ്ങിയാൽ പെട്ടാണ്. ആൾക്കാർ കണ്ടില്ലേ, ആസ്വദിക്കന്നെ, ചാടി ആസ്വദിക്കന്നെ, ഏതാ രസം. ഒരാൾ കയറാൻ പറ്റാണ്ട് ഇതൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നുണ്ട്. കുറേ നേരെ പാറമ്പ് കയറാൻ കളിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ കഴിയില്ല. ചാടി ചാടി ആസ്വദിക്കട്ടെ. അതിൻ്റെ മുകളിൽ കൂടെ ആരൊക്കെ നടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ആദിവാസിയിലായിട്ടായിരിക്കും അവിടെ ഉള്ള. ഡേഞ്ചർ ഏരിയ ആണ്, നല്ല ധൈര്യവും വേണം. ഡേഞ്ചർ ഏരിയ ആണ്, അപകടം പറ്റിയാൽ നമുക്ക് തന്നെ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചാടുന്ന കാണുമ്പോൾ എനിക്കൊരാഗ്രഹം. യഥാ തണുപ്പ്.
നല്ല തണുപ്പാണ്, നല്ല വൈബ്, രക്ഷയില്ല. വെള്ളം തന്നെ കണ്ടില്ലേ, ഏതാ കളറ്, നല്ല പച്ച കളറാണ്. അതായത് നല്ല വൈബാണ്, രക്ഷയില്ല, ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഫാമിലി മക്കളൊന്നായിട്ട് പോകുന്നത് കേട്ടോ, ഡേഞ്ചറുമാണ്. മക്കളൊക്കെ വൻ ഡേഞ്ചറാണ്. ഈ കല്ലിനുള്ളിലൊക്കെ കാല് കൊടുങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊന്നും തള്ളല്ല കേട്ടോ, ഇതൊക്കെ ഒരു കാലത്ത് ഇതിലും വലുത് നമ്മൾ നീതി കിടന്ന ഇതൊന്നും ഒരു സംഭവമേ അല്ല. കാരണം വെച്ചാൽ നമ്മളെ പഴയ കാലമൊക്കെ കുത്തിയൊലിക്കുന്ന വെള്ളമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. കൂടുതൽ പുഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന സമയമുണ്ട്. ആ സമയത്ത് വരെ നമ്മൾ അക്കരെ പിടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ ഒരു വിഷയമല്ല. പക്ഷേ എന്താ വെച്ചാൽ മക്കളങ്ങനെ ആസ്വദിക്കുമ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പുതിയ വരുന്ന ആൾക്കാർക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ പാറൻ്റെ ഉള്ളിൽ കാല് കൊടുക്കും, അങ്ങനെയാണ് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. അത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ഫാമിലി ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. ഉത്തമമായ കാര്യം ഫാമിലി വരാതിരിക്കുന്നതാണ്. വൺ ഡേഞ്ചർ ഏരിയ ആണ് സംഭവം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലേ. നാരങ്ങത്തോടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി ഇതാണ്. അവിടെ നമുക്ക് പോകാനോ പ്രവേശിക്കാനോ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇവിടെ ഒരു അപകടം സംഭവിച്ചത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതായാലും എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു.